നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സന്തോഷ് പണ്ഡിറ്റിന്റെ ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ പലരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പുറത്തിറക്കിയ പല സിനിമകളും നോക്കി അയ്യേ എന്ന് പറഞ്ഞവർ പിന്നീട് സന്തോഷിനെ അദ്ദേഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സഹായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കൈയടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ സന്തോഷ് പണ്ഡിറ്റുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം തമ്മിൽ എന്നൊരു പരിപാടിയിൽ സംവാദ പരിപാടിയിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വൈറലാകുന്നത്. എന്റെ മോനെ തനി രാവണൻ 10 തലയാ ഇവന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫോട്ടോ വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായർ പോലും ഞെട്ടിപ്പോയി എന്നും പറയുന്നുണ്ട്. തമ്മിൽ സംവാദത്തിൽ എല്ലാത്തിന്റെയും മണ്ണാക്കിൽ കയറിയിരുന്ന അണ്ണൻ പാചകം ചെയ്തു. ഇജാതി ലെവൽ ഇന്റലിജൻസ് ആയ ഒരാൾ സന്തോഷ് ജി. ശ്രീകണ്ഠൻ നായർക്ക് പോലും ഉത്തരം മുട്ടിപ്പോയി. സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങളെ പറ്റിയുള്ള സംവാദത്തിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ വാക്കുകൾ പണ്ഡിറ്റ് പറയുകയാണ്. നിലവിൽ നിയന്ത്രണങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2000-ൽ തന്നെ ഒരു IT ആക്ട് ഉണ്ടല്ലോ. ശ്രീകണ്ഠൻ നായർ അങ്ങോട്ട് ചോദിക്കുകയാണ്, IT ആക്ട് ഉണ്ട്, പക്ഷെ അതിന്റെ പല്ല് കൊഴിഞ്ഞു പോയി, അതിന്റെ സ്ഥാനം പോയി എന്നാണ് പണ്ഡിറ്റ് പറയുന്നത്. അത് ശരിയാണ്, 66A കുറിച്ചായിരിക്കും സാർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും സെക്ഷൻ 66C പ്രകാരം വ്യക്തി അധിക്ഷേപം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എതിരെ 3 വർഷം തടവും നമുക്ക് തോന്നിയ പോലെ ഓരോരുത്തരെ കുറിച്ച് എഴുതി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നിയമപ്രകാരം 3 വർഷം തടവ് വരെ കൊടുക്കാനുള്ള നിയമമുണ്ട്. അതേപോലെ തന്നെയാണ് 66DE പ്രകാരം ഒരാളെ പിന്തുടർന്ന് അയാൾക്കെതിരെ നിരന്തരം ആക്ഷേപിച്ചാൽ ഇതൊക്കെ വളരെ സീരിയസ് ആയ കുറ്റകരമാണ്. നിലവിൽ നിയമങ്ങളുണ്ട്, പക്ഷെ ഇതൊക്കെ ഇവിടത്തെ ജനങ്ങൾക്ക് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 300% സൈബർ ക്രൈം കൂടി എന്നതാണ്. അന്ന് 1000 ആണെങ്കിൽ ഇന്ന് 3 ലക്ഷമാണ്. ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് ഈയിടെ സൈബർ കൊട്ടേഷനുകൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ പണ്ഡിറ്റ് ജി എടുത്തു പറയുന്നുണ്ട്, സിനിമയിൽ ഉൾപ്പെടെ ചില നടന്മാരുടെ സിനിമകൾ തകർക്കാൻ വേണ്ടി വേറെ ചില നടന്മാർ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പണ്ഡിറ്റ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സീരിയസ് ആയി തന്നെയാണ്. പല നിയമങ്ങളും ഉണ്ട്. അതേ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ രാഹുൽ ഈശ്വറൊക്കെ തന്നെ അകത്ത് കിടക്കേണ്ട വന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ആകുകയാണ്. എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് തമ്മിൽ എന്ന പരിപാടിയിൽ പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു ഹോട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി കുത്തായിടം കിട്ടിയാൽ അവിടെ കിണറുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്.